ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻ കറിയാണ്. സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കറിക്ക് അത്ര കട്ടി ഉണ്ടാവാറില്ല. മീൻകറി നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടാനുള്ള 1-2 ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. കറി വെക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ മോതമീനാണ് എടുത്തിട്ടുള്ളത്. ഈ മീൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ കൊണ്ടും ഈ കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലത്തെ ദശക്കട്ടിയുള്ള മീനാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഈ മീനിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും നാരങ്ങ നീരും ഒഴിച്ചിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ കറിയിലേക്കുള്ള പുളി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനൊരു ലെമൺ സൈസിലുള്ള വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പുളി നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഈ പുളി ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം നമുക്കിത് പിഴിഞ്ഞെടുക്കാം. മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻകറി എപ്പോഴും മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചട്ടി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ഒരു ചോപ്പറിലിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന ഇടികല്ലില്ലേ, അതിലിട്ട് ചതച്ചെടുത്താലും മതി. ഇനി ഈ കുഞ്ഞുള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ പോകണം, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുഞ്ഞുള്ളി ഇതുപോലെ ചേർത്ത് കൊടുത്താൽ കറി നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടുകയും ചെയ്യും. കറിക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. സവാള ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കുഞ്ഞുള്ളി ചേർക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഉള്ളി നന്നായിട്ട് വഴന്നിട്ട് ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഈ കറിയിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇതടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കറിക്ക് നല്ലൊരു കളറും കറിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മസാലപ്പൊടിയിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തിക്ക് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം കൂടി പോകരുത് കേട്ടോ. ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ മസാലപ്പൊടികൾ ചട്ടിയിലേക്ക് നേരിട്ടിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് കുക്കാവില്ല, പിന്നെ അതുമല്ല കരിഞ്ഞു പോകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു കളറും കിട്ടും, പൊടികൾ നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പോൾ ഈ പൊടികൾ നല്ല തിക്ക് പേസ്റ്റായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികളുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം.
ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ മറന്നു പോകരുത് കേട്ടോ. പൊടികൾ ഇതുപോലെ പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം നിങ്ങൾക്ക് ഈ കറിയിൽ കാണാൻ പറ്റും. ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറും ഉണ്ടാവും. കറി നല്ല തിക്കായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കറി കിട്ടുകയും ചെയ്യും. ഇനി ഈ മസാലയുടെ പേസ്റ്റ് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. അതുവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാലപ്പൊടികൾ മിക്സ് ചെയ്തെടുത്ത പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന പുളി പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലും കൂടുതൽ വെള്ളം ചേർത്താൽ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പുളിയും മസാലപ്പൊടികളൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കറി 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മീൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വെച്ചും ഈ കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മീൻ ചേർത്ത ഉടനെ ഒരു തവി കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. മീൻ വെന്ത് കഴിഞ്ഞാൽ തവി കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പം മീൻ ഉടഞ്ഞു പോകും. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മീൻ വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ട് ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കറി തവി കൊണ്ട് ഇളക്കരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ കറിയിലെ മീനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോഴും തിളക്കുന്നത് ഇത് മൺചട്ടിയല്ലേ, അപ്പോൾ അതിൻ്റെ ചൂടുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ കൂടി പോകരുത് കേട്ടോ. കൂടിപ്പോയാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കുഞ്ഞുള്ളി ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഈ കുഞ്ഞുള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷവും 10 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ കറി മിക്സാക്കി കൊടുക്കരുത് കേട്ടോ. 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ അടച്ചു വെക്കുക. എന്നാലേ ഈ കുഞ്ഞുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഈ ഫ്ലേവർ ഈ കറിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ഈ കറി തുറന്ന് നോക്കിയിട്ട് ഇത് മിക്സാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ കറി നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കറി ഇരിക്കും തോറും ഇതിലും കൂടുതൽ തിക്കായി കിട്ടുകയും ചെയ്യും. അതുമല്ല ഈ കറി ഇരിക്കും തോറും കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും. ഇനി ഞാൻ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മീൻകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം.
താങ്ക് യു.